സർ ഗുഡ് മോർണിംഗ് സർ. ഇനി കോങ്കണ്ണോ മറ്റോ ആയിരിക്കും. സർ ഗുഡ് മോർണിംഗ് സർ. അല്ല സാറ് അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നോ? എന്താടാ? സർ എന്റെ പേര് പണ്ണിയെന്ന സർ. ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സർ. നിന്റെ പേര് പറയാനാ നീ വയനാട്ടിൽ നിന്ന് വന്നേ? റെക്കമെൻഡേഷനാ? എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിന് നമസ്കാരം. അങ്ങനെ പറയൂന്ന് നീ വിചാരിച്ചോ? ഒറ്റ കീറി വെച്ചോട്ടെ, നിന്റെ മോന്തയുടെ ഷേപ്പ് മാറിപ്പോവും. അറിയാവുന്ന നിനക്കെന്നെ ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കോടാ? കുത്തി പൊട്ടിച്ചു കളയും. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നത്. തന്തയും തള്ളേ ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേക്ക്. എടാ, ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത് കൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവരൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ഇരടം കേട്ടോ ഇപ്പോഴും ഉണ്ടോടാ? സാർ അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചട്ടി എടുപ്പിച്ചു. സാർ വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നേനെ. അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്ക് ഇവിടെ ജോലിയില്ല, കൂലിയില്ല. ഗെറ്റ് ഔട്ട് സർ പ്ലീസ് സർ. ഗെറ്റ് ഔട്ട് സർ പ്ലീസ്. ബിസിനസ് ഇല്ല, ഒരു പുണ്ണാക്കും ഇല്ല. ഓരോന്ന് കയറി വന്നോളൂ. ഇനി എന്ത് ചെയ്യും? എന്താടാ? എന്താ ഒരു ശബ്ദം കേട്ടത്? എനിക്കൊന്നും അറിയില്ല സാർ. മെഡിക്കൽ കോളേജിലെ പിള്ളേർ പിന്നെ വന്നിരിക്കുക. കസ്റ്റമേഴ്സിന് ശല്യം ചെയ്യുന്നു പറഞ്ഞപ്പോ എന്നെയും തല്ലി. പരിസരിക്കടവ് മുത്തപ്പ, ഇവന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. സാർ ഇവന്മാരുടെ ശല്യം ഞാൻ തീർന്നുതരാം. റെക്കമെൻഡേഷൻ നോക്കി സാർ ജോലി ഒന്നില്ല. എന്റെ ടാലന്റ് ഇടയിൽ സാർ ജോലി ചെയ്തു. ടാലന്റാ? അതെന്തുവാടേ? തെറി കേൾക്കാതിരിക്കാനാണോടാ? നോ മ്യൂസിക് സാർ. ബേസിക്കലി മ്യൂസിക് ഇട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. മ്യൂസിക് ഇട്ടാ ഫൈറ്റ് എങ്ങനെ ചെയ്യും? നോക്കിക്കോ സാർ. എന്തടാ ദാദാ പീസ് എടുക്കുക? ഈ ടാലന്റ് കാണിക്കാന്ന് പറഞ്ഞ തല്ലുകൊള്ളലാണോടാ? സാർ ഒരു ഹെൽപ്പ് ചെയ്യോ സാർ? വാക്മാനിലെ ബാറ്ററി ഇല്ല. നിങ്ങളടുത്ത് മ്യൂസിക് ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യോ? മ്യൂസിക്? അതെ സാർ. മ്യൂസിക് ഇടറേ. മ്യൂസിക്. ഞാൻ പറഞ്ഞില്ലേ സാർ, മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ? കൊളമായ സാർ, വേഗം മ്യൂസിക് ഇട് സാർ. എനിക്ക് ഡിഡിയോളം വേഗം മ്യൂസിക് ഇടാൻ. വേഗം ആരെങ്കിലും ഒരു പാട്ടെങ്കിലും പാടുത്താ. കുടിച്ചിട്ട് കൂട്ടിയടിയുടെ കൂട്ടുകാരാ അടിച്ചിട്ട് ആടി തീർക്കേണ്ട മുത്തേ നീ എന്റെ ലജ്ജാവതിയെ കൈകാലേ അപ്പടി പോട് 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 കഴുത്തിൽ പോട് അളിയാ സ്ലോ മോഷൻ അടി ഊക്കിരൻ ആ വന്തണ്ട പാൽക്കാര അടപ്പെട്ട അങ്ങനെ അടി ആ പോട് മറക്കട്ടോ തിരിക്കട്ടോ അടി 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 അടി
ഇനി തല്ലിയ അവരും പാടിയ ഞാൻ ചെത്തു പോകടാ. എന്റെ പാട്ടിന്റെ ശക്തി കൊണ്ട് എല്ലാവരും പാറ്റും. വെരി ഗുഡ്. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സാർ. നോ കണ്ടീഷൻസ്. ഏയ് എന്താ വേണ്ടേ? ഗീവ് റെസ്പെക്ട് ടു ദ കസ്റ്റമേഴ്സ്. എന്താ വേണ്ട മാഡം? കോമൺ സെൻസ് ഇല്ലടോ. മെനു കാർഡ് കൊണ്ടുവാ. കാന്തമ്മേ അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ പറഞ്ഞോളാം. Okay. 1 crisp vegetable pizza, 1 chicken hot dog, 1 mushroom pizza with tomato, 1 Mexican green apple, 1 cheese tomato, 1 barbecue chicken with red pepper, 1 garlic bread sheet, 1 chicken sandwich, 1 chicken burger, 2 chicken roll and 1 diet coke. അണ്ണാ കോക്കിൽ സ്ട്രോയിറ്റ് ഉണ്ടേ? ഇതിന്റെ എല്ലാം ബില്ല് തിന്നാതാണ് നിന്റെ വയറ് നിറയിലൂടെ. ഷട്ട് അപ്പ്. ആഫ്റ്റർ ഓൾ യു ആർ എ ബെയർ. മോൻ എന്ത് ഓർഡർ ചെയ്തോ അത് കൊണ്ടുവന്ന് കൊടുക്ക. ചെല്ല. മോനാണോ? ശരിയാക്കി തരാടി. ഇത്രയൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്ത് തെറ്റായി പോയോ ചേച്ചി? എന്റെ തെറ്റാ മോനെ. നീ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും ഞാൻ പോയി ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിട്ട് വരാം. ഓക്കെ? ഏയ് നീ എവിടെയുള്ളടാ? ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള അണ്ണാ. ഒരു ഒറ്റ അടിയൊന്നുണ്ടല്ലോ. നിന്റെ കൂടുതലൊക്കെ എവിടാ? കഷ്ടപ്പെട്ട് പിച്ചെടുക്കുവോ അണ്ണാ? അവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുമ്പോ നീ മാത്രം തിന്നുന്നത് ശരിയാണോടാ? അണ്ണാ ഞാൻ പറയുന്നതിന് അർത്ഥം മനസ്സിലായോടാ? ഒരു ചിക്കൻ റോൾ ഇങ്ങോട്ട്. അതെങ്ങനെയാ? എല്ലാം കൂടി. എടാ ദുഷ്ട, ഇവൻ ചോദിച്ചതെല്ലാം നീ അങ്ങ് കൊടുത്തോ? മാഡം ഐ ആം ആഫ്റ്റർ ഓൾ ബെയറർ. ഇതെല്ലാം നിങ്ങളുടെ മോൻ ചെയ്ത ഓർഡർ. പിന്നെ ഞാൻ എന്റെ കയ്യിൽ ഇത്രയും കാശില്ല. മര്യാദക്ക് ബില്ല് കൊടുത്തിട്ട് പോവാൻ നോക്ക്. ശരി ശരി, ഞാൻ പോയി എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ള കാശ് വാങ്ങി. ആഹാ മുങ്ങാൻ നോക്കുവാണ്. ഞാനും കൂടി വരാം. അവിടെ നിൽക്ക്. കൊന്നി കണ്ടവനോട് കലു കാണിക്കാൻ പോയതിന്റെ പദവാ. നാണം കിട്ടും. പോവാം. ഏയ് എന്റെ വണ്ടി കയറി എന്തിനാ? നിന്റെ വണ്ടിയിൽ വാ. പറ്റിച്ചിട്ട് പോകാന്നായിരിക്കും. വെറും 400 രൂപയ്ക്ക് നീ ഒതുക്കിയതല്ലേ. പിന്നെ 10,000 രൂപയുടെ കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കും. വിട്ടോ സമയം കളയാനല്ല, വേറെ നോക്കി വിട്ടോ. ഇങ്ങനെ പോവാണെങ്കിലേ 4 ദിവസം കഴിഞ്ഞാലും ക്യാഷ് കിട്ടില്ല. ഇറങ്ങേ. നമ്മുടെ സാറിന്റെ മോള് ഒരുത്തന്റെ വണ്ടിയുടെ പുറകെ കയറി ദേ പോകുന്നു. നോക്ക്. പോയി പാർക്കിംഗിൽ എങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ കാശ് വാങ്ങിട്ട് പോരാ. താൻ പോയിട്ട് വരുമോ? വന്നില്ലെങ്കിൽ താൻ എന്റെ വണ്ടി കൊണ്ടുപോയി. എന്താ ഈ വണ്ടി തന്നെ അല്ലേ? അന്ന് പിസ്സ കൗണ്ടറിൽ വെച്ച് തല്ലിയതവനാ. എന്താടാ നീ എന്റെ പിള്ളേരെ തല്ലുവല്ലടാ? ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തല്ലി നോക്കടാ. ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ് ചേട്ടാ വേണ്ട ചേട്ടാ, പ്ലീസ്. ഡാടാ നിക്കടാ. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അവനെ തല്ലിയാൽ 1 നിമിഷം കൊണ്ട് കാര്യം കഴിയില്ലേ? അത് ശരിയാവില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ മിനിറ്റ് വീതം അവനെ തല്ലുകയാണെങ്കിൽ 15 മിനിറ്റ് ഫുൾ ടൈം പാസ്. ചേട്ടാ പ്ലീസ് ചേട്ടാ. അവന്റെ പേര് കണ്ടോടാ. ചേട്ടന്മാരെ ഞാൻ പറയുന്നേക്ക്. ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. എനിക്ക് കളയാൻ 15 മിനിറ്റ് സമയമില്ല. 3 പേര് വെച്ച് വരികയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കാര്യം തന്നെ. പേടിച്ചു പോയോ? അയ്യേ, ഇതെങ്ങനെ ശരിയാവുന്നത്? ഇത്ര പെട്ടെന്ന് വീണ് പോയോ? 4 പേര് വെച്ച് പോലും ഇനി ബാക്കിയുണ്ട്.
അടിക്കില്ലെന്ന് പറഞ്ഞിട്ട്. ഏയ് അടിക്കാൻ മ്യൂസിക്കിന്റെ ആവശ്യമില്ലടാ, ഒരു മൂഡ് ഉണ്ടായിരുന്നാ മതി. അളിയ ഇനി 2 മിനിറ്റ് ടൈം ഉണ്ടളിയ. പോയി 2 പേരും കൂടി വിളിച്ചോണ്ടാ സമയം കളയാം. സോറി, ഞങ്ങൾക്ക് താല്പര്യമില്ല. കൊണ്ടുപോടാ. ഏയ് എന്താണായിരുന്നു മൂന്നുന്നേ? ചേട്ടന്റെ വണ്ടി ഒരു പെണ്ണ് എടുത്തോണ്ട് പോകുന്നുണ്ട്. അത് പറയാൻ വന്നപ്പോഴാ ചേട്ടൻ എന്നെ കൂപ്പിലിട്ട് ഇടിച്ചത്. അവള് വീണ്ടും എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. സാറേ, മോള് വരുന്നുണ്ട്. എന്താ നീ ഇത്രയും താമസിച്ചത്? ക്ലാസ് കഴിഞ്ഞത് ഇപ്പോഴാച്ച. വെക്കോ. സാറേ, ആ പയ്യനെ കുറിച്ച്. മണി, ആ? ഇന്നലെ നമ്മുടെ കാശ് തരാതെ മുങ്ങിയ പെണ്ണില്ലേ, ആ? അവള് വന്ന് കാശ് മുഴുവൻ തന്നു. ആ, തന്നോ? ദാ അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ലല്ലോ. ബണ്ണി ബണ്ണി, ഒന്ന് ഹെൽപ്പ് ചെയ്യോടാ. എന്താടാ? എന്റെ ലവർ ശാന്തിയാ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പണക്കത്തില്ല. ഈ ലെറ്റർ ഒന്നുകൊണ്ട് അവളുടെ ബുക്ക് വെക്കോടാ. ഏയ് നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അളിയാ, അതല്ലടാ. ഇന്നുപോലെ ബ്രോക്കർമാരോട് പറയടാ. പ്ലീസ് ഡാ. നിന്നെ മാത്രം എനിക്ക് വിശ്വാസപ്പെടാം, അതുകൊണ്ടാണ്. പ്ലീസ് ഡാ മോനെ, പ്ലീസ്. എവിടെയാടാ? ആ അവിടെ ആ ബ്ലൂ ചുരിദാർ പ്ലീസ് ഡാ. നമ്മുടെ പാർട്ടികളാ. യാ, ദാദാ താങ്ക്സ്. ഹായ് കാന്തമ്മ. ലുക്ക്, നിന്റെ കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നോട് മിണ്ടാൻ വന്നേക്കും. ഓക്കേ. പാചകം മടി നിർത്തൂ. ഫുഡ് കൊള്ളില്ല. ഇത് എത്ര ദിവസമായതാ? ലുക്ക് മാഡം, ഈ ഷോപ്പിൽ ഫ്രഷ് ഐറ്റംസേ ഉള്ളൂ. നിന്നെ പോലെയല്ല. എന്താ ശരിയല്ലേ? ആ പിന്നെ മോരവണ്ടി. ഞാൻ പോവാ. ലേറ്റ് ആയാൽ അച്ഛൻ വഴക്കു പറയും. ലെറ്റർ വെച്ചത് അവള് പോടാ. ലെറ്റർ പോയടാ. ഒരു ലെറ്റർ അല്ലേ, അത് പോട്ടടാ. സൂപ്പർ സാമ്പാർ. ഇത് വെറും ഇഡ്ഡലിയല്ല, സാമ്പാർ ഇഡ്ഡലി. മധു, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വേഗം കഴിച്ചിട്ട് വാ. നീ കഴിക്കുമോളെ. അച്ഛാ, പേര് അരവിന്ദ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. നമ്മുടെ സമുദായത്തിലെ ഒരു വലിയ കോടീശ്വരൻ. നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അടുത്ത മാസം 10-ാം തീയതിയാ കല്യാണം. കല്യാണത്തിന് ഇനി 10-20 ദിവസം പോലും തികച്ചില്ല. ഇൻവിറ്റേഷൻ കാർഡ് ഇന്ന് കിട്ടും. വിളിക്കേണ്ടവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒരാളെ പോലും വിട്ടുപോകരുത്. ശരി സാർ. അച്ഛാ, ഇത്ര പെട്ടെന്ന് ഈ കല്യാണത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റൊന്നും ചെയ്തില്ലേ നീ? സാർ, എന്റെ മോള് നീ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്? നേതാജി സർക്കിലൂടെ ഒരു പയ്യന്റെ കൂടെ വണ്ടി പോകുന്നുണ്ട്. എനിക്ക് അവനോട് യാതൊരു ബന്ധമില്ല അച്ഛാ. അന്നൊരു ദിവസം പിസ്സ ഹട്ടിൽ വെച്ച്. മിണ്ടരുത്. അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ബുക്കിനകത്ത് അവന്റെ ലവ് ലെറ്റർ എങ്ങനെ വന്നു? എനിക്കറിയില്ല അച്ഛൻ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നെ വിശ്വസിക്കണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലടാ നിന്നോട്. ആരും ഇടപെട്ട് പോകരുത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ ഒറ്റ വോട്ടേ പോകത്തുള്ളൂ. എന്നാൽ എന്റെ മോളാണ് പോകുന്നതെങ്കിൽ ആ ഒറ്റ വോട്ട് 1,00,000 വോട്ടിന് തുല്യമാണ്. വേണ്ടിപ്പോകരുത്. തീരുമാനിച്ച കല്യാണം നടക്കും. നിന്റെ പഠിത്തവും ആട്ടവും ഒക്കെ ഇനി നിർത്തിക്കോ. മധു, ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ. ഇതിനെല്ലാം കാരണം ആ ലെറ്ററാ. അതവളുടെ ബുക്കിൽ വെച്ചവൻ ആരായാലും അവൻ എന്റെ കയ്യിലെങ്ങാനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഡോക്ടർ അമ്മമാരെന്താ ഒരു ഗൂഢാലോചന? എടി പൊന്നമ്മേ മാറ്. ആ തങ്കമ്മേ, അരെ ശാന്തമ്മ സിംഗേ. എടോ കാന്തമ്മേ, ഇന്നലെ മിസ്റ്റേക്ക് പറ്റി ഒരു ലെറ്റർ തന്റെ ബുക്കിലായിക്കോട്ടെ. അത് തനിക്കുള്ളതല്ല, ശാന്തിക്ക. അങ്ങ് കൊടുത്തേക്ക്. വിജയ് തന്നാ താങ്ക്സ്.
ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാൾ പറ. എങ്ങനെയാടാ പറയേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഈ കല്യാണം നടന്ന നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോഴേ നിനക്ക് മനസ്സിലാവും നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഐ എം റിയലി വെരി സോറി. ഞാൻ അറിയാതെ ചെയ്തു പോയത് തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യും. ഇറ്റ്സ് എ പ്രോമിസ്. അളിയ ബണ്ണി ടെൻഷൻ അടിക്കാതെ. കല്യാണം നടത്താനാ പാടും, മുടക്കാൻ ഒരു പാടുമില്ല. അതിരിക്കട്ടെ, പയ്യനാരാണെന്ന് പറ. ഏതോ ഒരു DCP അരവിന്ദ്. DCP അരവിന്ദോ? വേണ്ടടാ, അയാൾ ഇടിയിൽ PhD എടുത്തവനാ. എന്താളിയാ നീ കോളേജ് പിള്ളേരെ ഇടിച്ച പോലെ ഇത് അത്ര ഈസി ആണെന്നാണോ? ആ DCPക്ക് തോക്ക് വെറും പേന പോലെ, അറിയോ?